ബെയിലി പാലം നിർമ്മിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച കമാൻഡർ അനീഷ് മോഹൻ, മേജർ അനീഷ് മോഹൻ, അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇങ്ങനെ ഒരു ദൗത്യം? ഇത് നിങ്ങൾ എങ്ങനെയാണ് ഓർത്തെടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ ഓർക്കാൻ സത്യം പറഞ്ഞാൽ ആഗ്രഹമില്ലാത്ത നിമിഷങ്ങളാണ്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ അവിടെ റെക്കിക്ക് വേണ്ടി ലോഞ്ച് ആയതാണ്. അപ്പോൾ അപ്പത്തൊട്ട് കണ്ട അവസ്ഥ, ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഫുള്ളി പാക്ഡ് ആംബുലൻസ്, രാത്രിയാണ് ഞങ്ങൾ ലാൻഡ് ചെയ്യുന്നത്. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ലിറ്ററലി ആ സ്റ്റെമിലാണ് ഞങ്ങൾ ട്രെക്ക് ചെയ്യുന്നത്. പാലത്തിന് എത്ര ദൂരം പാലം ബ്രിഡ്ജ് ചെയ്യാനുണ്ട്, ഗ്യാപ്പ് എത്രയാണ്. അപ്പോൾ അങ്ങോട്ട് പോയി റെക്കി ചെയ്യാനായിട്ടുള്ളൊരു സൗകര്യം പോലും ഇല്ലായിരുന്നു. സോ ഇറ്റ് വാസ് റിയലി പത്തറ്റിക്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ റെക്കി ചെയ്തു. എന്തോരം ഗ്യാപ്പ് ഉണ്ട്, എന്തോരം സാധനങ്ങൾ വേണം, അത് നമ്മൾ വിളിച്ചു പറഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെ ബ്രിഡ്ജിൻ്റെ വന്നു. പക്ഷേ നമ്മുടെ ലൊക്കേഷൻ വെച്ച് കുറച്ചധികം സാധനങ്ങൾ വേണമായിരുന്നു, അതുകൂടെ വന്നു. നമ്മൾ അതൊക്കെ വെച്ചിട്ടാണ് പിന്നെ ബ്രിഡ്ജ് ലോഞ്ച് ചെയ്തത്. ഹൗവർ ഇറ്റ് വാസ് വെരി, നമ്മുടെ ബ്രിഡ്ജിൻ്റെ സാധനങ്ങൾ അങ്ങോട്ട് എത്താൻ പാടായിരുന്നു. വർക്ക് ചെയ്യാൻ ഇറ്റ് വാസ് കണ്ടിന്യൂസ്ലി റെയിനിങ്. വാട്ടർ ലെവൽ വാസ് വെരി ഹൈ. കേരളത്തിൽ എവിടെയാണ് സാർ? എവിടെയാണ് സ്ഥലം? ക്യുസാലിലാണ് പഠിച്ച് ബിടെക് ചെയ്ത്. എൻ്റെ വീട് ആലപ്പുഴയിലാണ്. അച്ഛനും അമ്മയും നാടെല്ലാം ആലപ്പുഴയിലാണ്. ഇപ്പോൾ ഇവിടേക്ക് എത്തിയത് എവിടെ നിന്നാണ്? ഏത് MEGN സെന്റർ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട്. നിങ്ങൾ എത്ര പേരടങ്ങുന്ന സംഘമായി? ഞങ്ങൾ ഇനിഷ്യലി വന്നത് ഞാൻ 1 ഓഫീസറും ഒരു JCയും 3 അതർ റാങ്ക്സ് ആണ് റെക്കിക്ക് വേണ്ടി. ഞങ്ങൾക്ക് 10 മണിക്ക് കിട്ടുന്നു. ഞങ്ങൾ 11 മണിക്ക് അവിടെ നിന്ന് മൂവായി റെക്കിക്ക് വേണ്ടി ഇറങ്ങി. അതിൻ്റെ ഒപ്പം തന്നെ അവിടുന്ന് ബാക്കി പാർട്ടി വന്നു. ഏകദേശം ടോട്ടൽ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് 2 ഓഫീസറും 6 JCOസും 148 അതർ റാങ്ക്സും, ഏകദേശം 150-160 അതർ റാങ്ക്സ് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര പേരാണ് പോകുന്നത്? നമ്പർ പോകുന്നതിന്റെ സ്ട്രെങ്ത്, നമ്മൾ ഈ പാലം ഇപ്പം ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ കളക്ടറിന് ഹാൻഡ് ഓവർ ആയി. അപ്പോൾ ഇപ്പോൾ ഇത് ഇവരുടെ നമ്മുടെ സ്റ്റേറ്റിന് കൊടുത്തു കഴിഞ്ഞു. എന്നിരുന്നാലും അവിടെ കുറച്ച് വർക്കൊക്കെ ഉണ്ട്. അതിനുവേണ്ടി ബെയർ മിനിമം ഒരു സ്ട്രെങ്തിന്റെ ആവശ്യമുള്ളൂ. ഹവർ PWD എഞ്ചിനീയേഴ്സ് ആർ ലുക്കിംഗ് ആഫ്റ്റർ ദാറ്റ്. So we'll be leaving around like 1 JCO, 2 other ranks. Small strength only will be there, just to guide them in case of they are having any doubts or anything. That's it. ഒരു പരിധി അല്ല, കുറച്ചധികം ആളുകൾ ഇവിടെ ഉണ്ടാകും. ഇത് കുറച്ചധികം ബ്രിഡ്ജിന്റെ സംബന്ധിച്ചോളം അത്രയധികം വരത്തില്ല. ഇപ്പോൾ അത് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു. Their engineers are capable enough to look after that. However, some technical expertise, technical advice that is required, ഞങ്ങൾ അത് പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് ഞങ്ങളൊരു ചെറിയ ടീം, ഒരു സ്മോൾ 2 or 3 മാക്സിമം പീപ്പിൾ വിൽ ബി സ്റ്റേയിങ് ബാക്ക്. അപ്പോൾ എന്തായാലും ആ പ്രതീക്ഷയുടെ പാലം പടുന്നതിന് ഒരിക്കൽ കൂടി കേരളത്തിന് ഇവിടുത്തെ നാട്ടുകാർക്കും എല്ലാം നന്ദി പറയണം. വോളണ്ടിയേഴ്സും വണ്ടിയുടെ മാനേജ്മെന്റിനും എല്ലാം. ഇറ്റ് വാസ് എ ബിഗ് ഹെൽപ്പ് ഫ്രം ദ സിവിൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫ്രം ദ വോളണ്ടിയേഴ്സ് ഓൾസോ. സോ കിഡോസ് ടു യു ഓൾ. Thank you.